പരിശുദ്ധമായ റമളാനിന്റെ 21-ാം രാവും പിന്നിട്ടു. ഇപ്പോൾ നമ്മൾ 21-ാം ദിവസത്തിന്റെ പകലിലാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മെ വീണ്ടും ഒരു വിശുദ്ധ രാത്രിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നു. 22-ാം രാത്രി. അതിനുശേഷം 23, 25, 27, 29 എന്നിങ്ങനെ ഒറ്റ രാത്രികൾ വരാനിരിക്കുന്നു. അതുപോലെ 24, 26, 28 എന്നിങ്ങനെ ഇരട്ട രാത്രികളും വരുന്നു. ഈ ദിവസങ്ങളിൽ ഓരോ വിശ്വാസിയും ഒരു പ്രതീക്ഷയോടെ ജീവിക്കുന്നു. ഒരു രഹസ്യ പ്രതീക്ഷ, ഒരു വിശുദ്ധ പ്രതീക്ഷ, ഒരു രാത്രിയുടെ പ്രതീക്ഷ. ആ രാത്രി ലൈലത്തുൽ ഖദർ. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മഹത്തായ രാത്രികളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ലൈലത്തുൽ ഖദർ എന്താണ്? എന്തുകൊണ്ടാണ് ഈ രാത്രി ഇത്ര മഹത്തായത്? അത് ലഭിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് മാറ്റമുണ്ടാകുന്നത്? അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ രാത്രിയുടെ യഥാർത്ഥ രഹസ്യമെന്താണ്? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഓരോ വിശ്വാസിയുടെ മനസ്സിലും ഉയരും. ഇന്ന് നമ്മൾ ഈ വിശുദ്ധ വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിക്കുകയാണ്. റമളാനിന്റെ അവസാനത്തെ 10 രാത്രികൾ തുടങ്ങുമ്പോൾ ഓരോ മസ്ജിദിലും വീടുകളിലും ഒരു പ്രത്യേക അന്തരീക്ഷമുണ്ടാകും. സാധാരണ ദിവസങ്ങളിൽ കാണാത്ത ഒരു ആത്മീയ ശാന്തത. ആളുകൾ നമസ്കാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നു, ഖുർആൻ കൂടുതൽ വായിക്കുന്നു, ദുആകൾ കൂടുതൽ ചെയ്യുന്നു. കാരണം ഈ രാത്രികളിലൊന്നിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടായേക്കാമെന്ന് അവർ വിശ്വസിക്കുന്നു. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഉസ്താദേ, ലൈലത്തുൽ ഖദർ 27-ാം രാത്രിയാണോ? ചിലർ ഉറച്ച വിശ്വാസത്തോടെ പറയുന്നു, അതെ, അത് 27-ാം രാത്രിയാണ്. എന്നാൽ ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ലൈലത്തുൽ ഖദറിന്റെ കൃത്യമായ തീയതി വ്യക്തമാക്കിയിട്ടില്ല. കാരണം അത് മനുഷ്യരെ മുഴുവൻ റമദാനിലും ആരാധനയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദിവ്യ രഹസ്യമാണ്. ഇപ്പോൾ നമുക്ക് ലൈലത്തുൽ ഖദർ എന്ന വാക്കിന്റെ അർത്ഥം നോക്കാം. ലൈവ എന്നത് രാത്രി എന്നാണ്. ഖദർ എന്നത് നിർണയം, വിധി, മഹത്വം എന്നിവയെ സൂചിപ്പിക്കുന്നു. അതായത് നിർണായക രാത്രി അല്ലെങ്കിൽ മഹത്വത്തിന്റെ രാത്രി എന്നാണ് ലൈലത്തുൽ ഖദറിന്റെ അർത്ഥം. ഈ വിശുദ്ധ രാത്രിയിൽ മനുഷ്യരുടെ വിധികളും അനുഗ്രഹങ്ങളും നിർണയിക്കപ്പെടുന്നുവെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. ഈ വിശുദ്ധ രാത്രിയെക്കുറിച്ച് ഖുർആനിൽ ഒരു മുഴുവൻ സൂറത്ത് തന്നെയുണ്ട്, സൂറത്തുൽ ഖദർ. ആ സൂറത്തിന്റെ ആദ്യ വാചകം തന്നെ അത്ഭുതകരമായൊരു പ്രഖ്യാപനമാണ്. നിശ്ചയമായും നാം ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. ഈ വാക്കുകൾ തന്നെ ആ രാത്രിയുടെ മഹത്വം വ്യക്തമാക്കുന്നു. പിന്നീട് അല്ലാഹു ചോദിക്കുന്നു, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയാമോ? പിന്നെ അദ്ദേഹം തന്നെ അതിന്റെ മഹത്വം വിശദീകരിക്കുന്നു. ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. 1000 മാസം. മനുഷ്യജീവിതത്തിൽ അത് ഏകദേശം 84 വർഷത്തോളം വരും. ഒരു രാത്രി, പക്ഷെ അതിന്റെ പ്രതിഫലം 84 വർഷത്തെ ആരാധനയേക്കാൾ മഹത്തായത്. ഇവിടെ ഒരാഴമുള്ള ദിവ്യ കാരുണ്യം ഒളിഞ്ഞിരിക്കുന്നു. മുൻകാല ജനങ്ങൾ 100 കണക്കിന് വർഷങ്ങൾ ജീവിച്ചിരുന്നു. ആദം നബി, നൂഹ് നബി പോലുള്ള മഹാന്മാർ 100 കണക്കിന് വർഷങ്ങൾ ജീവിച്ചു. അവരുടെ സമൂഹത്തിലെ ആളുകളും ദീർഘായുസ്സുള്ളവരായിരുന്നു. അതിനാൽ അവർക്ക് ദീർഘകാലം ആരാധിക്കാൻ അവസരം ലഭിച്ചു. എന്നാൽ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അത്ര ദീർഘായുസ്സുള്ളവരല്ല. ശരാശരി മനുഷ്യജീവിതം 60 മുതൽ 70 വർഷം വരെയാണ്. അതിനാൽ ഈ കുറച്ച് ജീവിതകാലത്തുള്ള മനുഷ്യർക്ക് മുൻകാല ജനങ്ങളെപ്പോലെ വലിയ ആരാധനകൾ ചെയ്യാൻ കഴിയില്ല. അതിനാലാണ് അല്ലാഹു തന്റെ പ്രത്യേക കാരുണ്യമായി ഒരു രാത്രി തന്നത്, ലൈലത്തുൽ ഖദർ. ഒരു മനുഷ്യൻ ആ രാത്രിയെ ശരിയായി ഉപയോഗിച്ചാൽ അവൻ 1000 മാസത്തെ ആരാധനയുടെ പ്രതിഫലം നേടും. അതായത് 84 വർഷം തുടർച്ചയായി ആരാധിച്ചവന്റെ പ്രതിഫലം. അതാണ് ലൈലത്തുൽ ഖദറിന്റെ അത്ഭുതം. ഇപ്പോൾ ചോദ്യം വീണ്ടും വരുന്നു, അപ്പോൾ അത് എപ്പോഴാണ്? പല ഹദീസുകളും ഇതിനെക്കുറിച്ച് വ്യത്യസ്ത സൂചനകൾ നൽകുന്നു. ചില ഹദീസുകൾ അവസാനത്തെ 10 രാത്രികളിൽ തേടണമെന്ന് പറയുന്നു. ചിലത് ഒറ്റ രാത്രികളിൽ തേടണമെന്ന് പറയുന്നു. ചില പണ്ഡിതന്മാർ 27-ാം രാത്രിയാണെന്ന് അഭിപ്രായപ്പെടുന്നു. ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ സഹാബികൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ലൈലത്തുൽ ഖദറിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നബി ചോദിച്ചു, റമളാൻ എത്ര ദിവസം കഴിഞ്ഞു? അവർ പറഞ്ഞു, 22 ദിവസം കഴിഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, ഇനിയുള്ള 7 ദിവസങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ തേടുക. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കൃത്യമായ തീയതി പറഞ്ഞില്ല. അതിനൊരു വലിയ കാരണമാണ്. ആ തീയതി അറിയാമായിരുന്നെങ്കിൽ പലരും മറ്റു മാസങ്ങളിൽ ആരാധന ഉപേക്ഷിച്ച് ആ ഒരേ രാത്രി മാത്രം ആരാധന ചെയ്തേനെ. അത് ഇസ്ലാമിന്റെ ആത്മാവിനോട് പൊരുത്തപ്പെടാത്ത ഒരു സ്വഭാവമായിരുന്നു.
അതിനാൽ അല്ലാഹു ഈ രാത്രിയെ ഒരു രഹസ്യമായി സൂക്ഷിച്ചു, മനുഷ്യർ കൂടുതൽ ആരാധന ചെയ്യാൻ പ്രേരിപ്പിക്കാനായി. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പലതുണ്ട്. ചിലർ 17-ാം രാത്രി എന്നു പറഞ്ഞു, ചിലർ 21-ാം രാത്രി, ചിലർ 23-ാം രാത്രി, ചിലർ 27-ാം രാത്രി, ചിലർ 29-ാം രാത്രി. ഇതെല്ലാം നമ്മെ ഒരു സത്യത്തിലേക്ക് നയിക്കുന്നു: ഓരോ രാത്രിയും വിലപ്പെട്ടതാണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മറ്റൊരു മഹത്തായ സംഭവം നടക്കുന്നു. ഖുർആൻ പറയുന്നു, ആ രാത്രിയിൽ മലക്കുകളും റൂഹും ഇറങ്ങിവരുന്നു. ഇവിടെ റൂഹ് എന്നു പറയുന്നത് ജിബ്രീൽ മലക്കാണെന്ന് ചിലർ പറയുന്നു. ചിലർ അത് പ്രത്യേക മലക്കുകളുടെ ഒരു വിഭാഗമാണെന്ന് പറയുന്നു. ചിലർ അത് അല്ലാഹുവിന്റെ കാരുണ്യമാണെന്ന് പറയുന്നു. ആ രാത്രി ഭൂമിയിൽ ഒരു അതുല്യമായ ശാന്തത പടരുന്നു. മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന് വിശ്വാസികളുടെ വീടുകളിലും മസ്ജിദുകളിലും സഞ്ചരിക്കുന്നു. അവർ ആരാധന ചെയ്യുന്ന മനുഷ്യർക്കായി ദുആ ചെയ്യുന്നു. ഒരു വിശ്വാസി ആ രാത്രിയിൽ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ, ഖുർആൻ വായിക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവന്റെ ഹൃദയം അത്ഭുതകരമായ ശാന്തത അനുഭവിക്കും. ചിലപ്പോൾ അവൻ അനായാസം കരയാൻ തുടങ്ങും. ചിലപ്പോൾ ശരീരം കോരിത്തിരിക്കും. പല പണ്ഡിതന്മാർ ഇതെല്ലാം മലക്കുകളുടെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളായിരിക്കാമെന്ന് പറയുന്നു. എന്നാൽ ഇതൊന്നും കണ്ടില്ലെങ്കിൽ ലൈലത്തുൽ ഖദർ ലഭിച്ചില്ല എന്നർത്ഥമല്ല. കാരണം ഈ രാത്രിയുടെ യഥാർത്ഥ രഹസ്യം മനുഷ്യരുടെ കണ്ണുകൾക്ക് എല്ലായ്പ്പോഴും വ്യക്തമാകില്ല. ഇതിനിടയിൽ ഒരു പ്രധാന മുന്നറിയിപ്പുമുണ്ട്. ചില വീടുകളിലേക്ക് മലക്കുകൾ പ്രവേശിക്കില്ലെന്ന് ഹദീസുകളിൽ പറയുന്നു. ഉദാഹരണത്തിന്, വീട്ടിനകത്ത് നായയെ ഫാഷനു വേണ്ടി വളർത്തുന്ന വീടുകൾ, അതുപോലെ ജീവികളുടെ പ്രതിമകൾ അലങ്കാരമായി വെച്ചിരിക്കുന്ന വീടുകൾ. അതുപോലെ മദ്യപാനം, ബന്ധുവിരോധം, അസൂയ, കപടത എന്നിവ നിറഞ്ഞ ഹൃദയങ്ങളും ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അകന്നുപോകാം. അതുകൊണ്ട് ഈ രാത്രികളെ പ്രതീക്ഷിക്കുന്ന ഓരോ മനുഷ്യനും തന്റെ ഹൃദയം ശുദ്ധമാക്കണം, ബന്ധങ്ങൾ ശരിയാക്കണം, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രിയിൽ പറയാൻ ഏറ്റവും മികച്ച ദുആ പഠിപ്പിച്ചു: അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അർത്ഥം: അല്ലാഹുവേ, നീ ക്ഷമിക്കുന്നവനാണ്, ക്ഷമയെ സ്നേഹിക്കുന്നവനാണ്, അതിനാൽ എന്നെ ക്ഷമിക്കണമേ. ഈ ദുആഹ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രികളിൽ വീണ്ടും വീണ്ടും പറയാൻ നബി നിർദ്ദേശിച്ചു. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെ ദിക്റുകൾ കൂടുതലായി പറയണം. ഇസ്തിഗ്ഫാർ കൂടുതലായി പറയണം. ഖുർആൻ വായിക്കണം, സലവാത്ത് പറയണം. ഇത് വെറും ഒരു രാത്രി തേടുന്ന യാത്രയല്ല, ഇത് ഒരു ആത്മീയ യാത്രയാണ്. മനുഷ്യൻ തന്റെ ആത്മാവിനെ ശുദ്ധമാക്കുന്ന ഒരു യാത്ര. റമളാനിന്റെ അവസാനത്തെ രാത്രികൾ അതിനാൽ അത്യന്തം വിലപ്പെട്ടവയാണ്. ഓരോ രാത്രിയും ഒരു അവസരമാണ്. ഓരോ രാത്രിയും സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലാണ്. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, ഈ ശേഷിക്കുന്ന രാത്രികളെ നമുക്ക് നഷ്ടപ്പെടുത്തരുത്. ഓരോ രാത്രിയും ലൈലത്തുൽ ഖദറായിരിക്കാമെന്ന് കരുതി നമുക്ക് ആരാധനയിൽ മുഴുകാം. അല്ലാഹുവേ, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണമേ. അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീക്കണമേ. അവരുടെ ദുആകൾ സ്വീകരിക്കണമേ. അവരുടെ ജീവിതത്തിൽ നന്മ നിറക്കണമേ. റമളാനിന്റെ ഈ വിശുദ്ധ ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആരാധനയും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.